അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ അൽ വഹ്ദത്തുൽ ഊല 4 നമ്മളുടെ അക്ഷരങ്ങളിൽ ആ ഉ ഈ എന്ന അക്ഷരം പഠിച്ചതിന് ശേഷം ഈ ഒരു പാഠത്തിൽ പുതുതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരം ഇ എന്നുള്ളതാണ്. അലിഫ്, അതിൻ്റെ മുകളിൽ ഹംസ, അതിൻ്റെ മുകളിൽ സുക്കൂന് ഇ. ഇതാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്ന അക്ഷരം. ക ഇ സ് കഇസ്. ഇവിടെ ചിത്രത്തിൽ കാണാനല്ലേ, നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്. എന്താ ഇതിൻ്റെ പേര്? കപ്പ് എന്ന് പറയും, ഗ്ലാസ് എന്ന് പറയും അല്ലേ? അങ്ങനെ ചായ കുടിക്കാനും വെള്ളം കുടിക്കാനും ഉപയോഗിക്കുന്നതായ സാധനമാണ് കഇസ്. കഇസ് എന്നാണ് ഇതിനൊക്കെ അറബിയിൽ പറയാം. ക ഇ സ് കഇസ്. താഴെ നോക്കൂ. റ ഇ സുൻ റഇസുൻ. ഫ ഇ റുൻ ഫഇറുൻ. ഫ ഇ സുൻ ഫഇസുൻ. ഇവിടെയുള്ള ചുവന്ന അക്ഷരങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇ ഇ ഇ ഇ. ഇതിലും ഒരു വ്യത്യാസമുണ്ട്. ഇവിടെയുള്ളതായ സുക്കൂനും നല്ല വൃത്തത്തിലുള്ള സുക്കൂനാണ്. ഇവിടെയുള്ള സുക്കൂന് പകുതിയായിട്ടുള്ള സുക്കൂനുകളാണ്. അങ്ങനെ സുക്കൂനുകളും വ്യത്യസ്തമായ രീതിയിൽ 2 രീതിയിലാണ് സുക്കൂനുകൾ വരുന്നത്. അത് നമ്മൾക്ക് ശേഷം താഴെ പറയുന്നുണ്ട്, അതിൽ പഠിക്കാം. ഞാനിവിടെ ശ്രദ്ധിക്കൂ. ആ, ഇത് നമ്മൾ പഠിച്ച അക്ഷരമാണ് തുടക്കത്തിൽ. ഓ, രണ്ടാമത്തെ പാഠത്തിലും പഠിച്ചിട്ടുണ്ട്. ഈ മൂന്നാമത്തെ പാഠത്തിലും പഠിച്ചു. ബ ഇ, ഇത് നമ്മൾ ഈ 4ാമത്തെ പാഠത്തിലും പഠിച്ചു. ആ ഉ ഈ ബ ഇ. ആ ഉ ഈ ബ ഇ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം. അലിഫിൻ്റെ മുകളിൽ ഹംസ വരച്ച് ഫത്ത് കൊടുത്താലും ആ ആണ്. ഇനി അലിഫ് ഇല്ലാതെ തന്നെ വെറും ഹംസയുടെ മുകളിൽ ഫത്ത് കൊടുത്താലും ആ തന്നെയാണ്. ഇതാണ് വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓരോ അക്ഷരത്തിനേക്കും അതിനെ വ്യത്യസ്തമായ രീതിയിൽ ആ എന്നും ഊ എന്നും ഈ എന്നുമെല്ലാം ആക്കുന്നത് ഈ ഹർക്കത്തുകളാണ്. ഇതിൻ്റെ പേരാണ് ഹർക്കത്ത്. ഇതാണ് താഴെയും മുകളിലും എല്ലാം കൊടുക്കുന്നത്. ഇവിടെ നോക്കും. ഇതിനൊക്കെ പറയുന്ന പേരാണ് ഫത്ഹ, ലമ്മ, കസ്റ, സുക്കൂന്. സുക്കൂന് ഇത് രണ്ടും സുക്കൂനാണ്. ഇത് പകുതി. ഇത് ഖുർആനിലെല്ലാം വന്നിരിക്കുന്നൊരു രൂപമാണ് പകുതിയായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇങ്ങനെയും സുക്കൂന് കൊടുക്കാറുണ്ട്. ഇത് 2 രൂപത്തിലും സുക്കൂനുകൾ കൊടുക്കും. അപ്പോൾ സുക്കൂന് 2 രൂപത്തിലുണ്ട്. ബാക്കിയെല്ലാം ഒരേ രൂപങ്ങളാണല്ലോ. സുക്കൂനിൽ മാത്രം 2 രൂപങ്ങളുണ്ട്. ഓക്കെ അല്ലേ? ഫതഹ, ലമ്മ, കസ്റ, സുക്കൂന്, സുക്കൂന്. പാഠം ഒന്നുകൂടി ശ്രദ്ധിക്കൂ. ക ഇ സ് കഇസ്. റ ഇ സുൻ റഇസുൻ. ഫ ഇ റുൻ ഫഇറുൻ. ഫ ഇ സുൻ ഫഇസുൻ. ആ ഉ ഈ ബ ഇ. ആ ഉ ഈ ബ ഇ. ഫത്ഹ, ലമ്മ, കസ്റ, സുക്കൂന്, സുക്കൂന്.
ഇവിടെ നെക്സ്റ്റ് പേജ് മറിച്ച് നഖറ നമ്മൾക്ക് വായിക്കാം. വായിക്കൂ. ഇതെങ്ങനെയാണ്? ഇ. ഇതോ? ഉ. ഇത് ആ. ഇതോ? ബ. ഇതോ? ബ. ശരിയാണല്ലോ. നുശീറു ഇല എ. ഇതിൽ നമ്മൾ എന്നുള്ളത് എവിടെയാണ് എന്ന് ചൂണ്ടിക്കാട്ടണം. എവിടെയുണ്ട് ഇതില് എന്നുള്ളത്? ആ, ഇതിലുണ്ടല്ലേ ശരിയാണ്. പിന്നെ ഇവിടെയുമുണ്ട്, ശരിയാണ്. ഇതിലുണ്ടോ? ഇല്ല. ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്താക്കണം? എഴുതണം. ആദ്യം അലിഫ്, പിന്നെ ഹംസ വരച്ച്, പിന്നെ ഫത്ഹ കൊടുക്കണം. അങ്ങനെ ആ ഉ ഈ ഇ. ആ ഉ ഈ ഇ. നല്ല വൃത്തിയായ രീതിയിൽ പെൻസിൽ കൊണ്ട് എഴുതണം. ഇവിടെ നമുക്കൊരു മത്സരമുണ്ട്. ലഹരി ഇതിലേക്ക് വഴി കാണിച്ചു കൊടുക്കണം. ഈ ആ എന്നതിലേക്ക് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ നിൽപ്പുണ്ട്. ആ. അതുകൊണ്ട് എന്ത് വേണം? ഇതിലേക്കുള്ള വഴി എങ്ങനെയാണ് എന്നുള്ളത്, ഇത് പോകുന്ന വഴിയാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലും ടച്ച് ആവാത്ത വിധത്തിലായിരിക്കണം പെൻസിൽ കൊണ്ട് നമ്മൾ ഇങ്ങനെ പോകേണ്ടത്. ഒരിടത്തും രണ്ട് സൈഡിലേക്ക് ടച്ച് ആവാൻ പാടില്ല. ആ രീതിയിൽ നമ്മൾ ഈ ആ എന്നുള്ള അടുത്തേക്ക് വരണം. ഇതിൻ്റെ ഫ്രണ്ട് ആരാണ്? ഇതിവിടെ ഉ. അവിടത്തേക്കുള്ളതായ വഴി കാണിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഫ്രണ്ട് ആരാണ്? ഇ. ഇവിടെ നിൽപ്പുണ്ട് ഇ. അടുത്തേക്കുള്ളതായ വഴി കാണിച്ചു കൊടുക്കണം. അത് നല്ല ശ്രദ്ധിച്ചിട്ടായിരിക്കണം നമ്മൾ പെൻസിൽ കൊണ്ട് വരയ്ക്കേണ്ടത്. നെക്സ്റ്റ് പേജ് നോക്കൂ. നക്തുബ്, നമ്മൾക്ക് എഴുതാം. ഇതെല്ലാം നന്നായിട്ട് നിങ്ങൾ എഴുതാൻ നല്ലോണം താല്പര്യമുള്ള ആൾക്കാരല്ലേ? അപ്പോൾ എഴുതുക എന്നുള്ളത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഗതിയാകണം. അതുകൊണ്ട് ഇവിടെ മുകളിൽ കാണിക്കുന്ന ആ ഉ ഈ ബ എന്നുള്ള അക്ഷരത്തിന് നമ്പർ 1 ഇവിടെ എഴുതണം. ആ ഉ ഈ ബ. ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ടാം നമ്പറിൽ ആ ഉ ഈ ബ എന്ന് എഴുതണം. അങ്ങനെ ഓരോ ലൈന് പൂർത്തീകരിച്ചുകൊണ്ട് 5 ലൈനുകൾ എഴുതണം. നക്തശിഫ് മിനൽ ഖുർആൻ, ഇതിലെ 2 രൂപത്തിലുള്ള എന്നുള്ളതായ അക്ഷരങ്ങളുണ്ട്. അത് എവിടെയൊക്കെ ഉണ്ട് എന്ന് നമ്മൾ വ്യക്തമാക്കണം. ഒന്ന് ഇവിടെ അല്ലേ? പിന്നെ അവസാനത്തിൽ ഇവിടെയുമുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇത് രണ്ട് നമ്മൾ എന്താക്കണം? ഇവിടെ എന്തെങ്കിലും ഒരു അടയാളപ്പെടുത്തണം. അപ്പോൾ പാഠങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നല്ല വൃത്തിയായ രീതിയിൽ വായിക്കുകയും എഴുതുകയും ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാവരും അല്ലാഹു തആല സ്വാലിഹീങ്ങളായ മക്കളുടെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.